ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഗുഡ് മോർണിംഗ് സാർ. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, എന്താ സൗണ്ട് ഇത്? പാർവൺ, ഗുഡ് മോർണിംഗ്. അജയ് ഷാജി ഉണ്ടോ? അജയ് ഷാജി. അജയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ആദിത്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സോ നമ്മളെ ഫോർത്ത് മൊഡ്യൂളിന്റെ അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അക്കൗസ്റ്റിക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് അക്കൗസ്റ്റിക്കലി ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. റിവർബറേഷൻ, എക്കോ, ഇതുപോലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. കൂടാതെ സൗണ്ട്, ഫോക്കസിങ് ഓഫ് സൗണ്ട്, സം പാരാമീറ്റേഴ്സ് ലൈക്ക് എക്കലോൺ എഫക്റ്റ്, റെസോണൻസ് എഫക്റ്റ്, കൂടാതെ അവസാനം പഠിച്ചിരുന്ന ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ഓഡിറ്റോറിയം. സോ ഇതൊക്കെ അക്കോസ്റ്റിക്സ് ഓഫ് ഓഡിറ്റോറിയം ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എക്സാമിന് ഈ ഒരു അക്കൗസ്റ്റിക്സ് എന്ന പാർട്ടിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ വരാറുള്ള ഈ ഒരു പാർട്ടിൽ നിന്നാണ് വാട്ട് വി ഡു ഓർ വാട്ട് ആർ ദി പാരാമീറ്റേഴ്സ് വി കൺസിഡർ വെൻ വി ഡിസൈൻ എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ അക്കൗസ്റ്റിക്കലി ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തെല്ലാമാണ്. സോ അക്കൗസ്റ്റിക്സ് എന്ന പാർട്ട് കഴിഞ്ഞു. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മെയിൻലി അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് അക്കൗസ്റ്റിക്സ്? അജയ്, വാട്ട് ഈസ് അക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു? അജയ് ഷാജി കേൾക്കുന്നു. അക്കൗസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സൗണ്ട്. സൗണ്ട് വേവ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വേവ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗണ്ട് ആർ വേവ്സ് ഓർ സൗണ്ട് ആർ ജസ്റ്റ് ഡിസ്റ്റർബൻസ് പാസിംഗ് ത്രൂ മീഡിയം. അത് എയർ ആണെങ്കിൽ ആ എയറിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ എയർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ വൈബ്രേഷണൽ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. So normally the sound waves or these vibrations propagating through air which we can intercept with our ear, or a normal human ear can intercept, is from range from 20 hertz to 20 kilohertz. അതായത് സാധാരണ ഒരു നോർമൽ ഹ്യൂമന് അല്ലെങ്കിൽ നോർമൽ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എവിടെ മുതൽ എവിടം വരെയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് മുതൽ വരെ. അതായത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ. That means 20 kilohertz means 20,000 hertz. സോ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇയറിന്, നമ്മുടെ ചെവിക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനും അത് ബ്രെയിനിന് സ്പെസിഫിക് ഡാറ്റ കൈമാറാനും പറ്റും. ബട്ട് ഇഫ് ദ സൗണ്ട് വേവ്സ് ഓർ അക്കോസ്റ്റിക് വേവ്സ് ഹാവ് ഫ്രീക്വൻസി ലെസ് ദാൻ ദിസ് ഫ്രീക്വൻസി റേഞ്ച്, അതായത് 20 ഹേർട്സിൽ താഴെയുള്ള സൗണ്ട് വേവ്സും 20 കിലോ ഹേർട്സിൽ മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ചെവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ഇയറിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ acoustic waves or sound waves which have a frequency greater than 20 kilohertz, അതായത് 20 കിലോഹെർട്സിനേക്കാൾ അധികം ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ അക്കോസ്റ്റിക് വേവ്സ് നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്ത സെയിം ഫിസിക്കൽ വേവ് തന്നെയാണ്, മെക്കാനിക്കൽ വേവ് തന്നെയാണ്, അല്ലെങ്കിൽ എയറിലെ വൈബ്രേഷൻസിന്റെ പ്രൊപ്പഗേഷൻ തന്നെയാണ്. ബട്ട് അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? അല്ലെങ്കിൽ എയർ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? അല്ലെങ്കിൽ ആ വേവിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? 20 കിലോ ഹെർട്സ് ആയിരിക്കും. If the wave has the frequency above 20 kilohertz, then we call such waves as ultrasonic waves.
20 കിലോ ഹേർട്സിൽ അധികമാണ് ഫ്രീക്വൻസി എങ്കിൽ അങ്ങനെയുള്ള സൗണ്ട് വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് വേവ്സ്. സോ എന്താണ് അൾട്രാസോണിക് വേവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് സേ they are sound waves or they are acoustic waves which have a frequency greater than 20 kilohertz. Now we are going to describe some of the general properties of sound waves. Ultrasonic waves. Ultrasonic waves ന് ചില general properties ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അൾട്രാസോണിക് വേവ്സ് ട്രാവൽ ത്രൂ എനി മീഡിയം ലൈക്ക് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് സൗണ്ടിന് ഏത് മീഡിയത്തിൽ കൂടിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എയർ എന്ന് പറയുന്ന ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിൽ കൂടി വാട്ടറിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സോളിഡിൽ കൂടി അതായത് മെറ്റീരിയൽസിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദേ കനോട്ട് ട്രാവൽ ത്രൂ വാക്വം. വാക്വത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദ റീസൺ? കാരണം സൗണ്ട് വേവ്സ്, അപ്പോൾ അക്കോസ്റ്റിക് വേവ്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വൈബ്രേഷൻ. എയർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ, ഓരോ പോയിന്റിലെയും എയർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അത് എനർജി തൊട്ടടുത്ത എയർ മോളിക്യൂളിന് കൈമാറുന്നു. സോ ഈ വൈബ്രേഷൻ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. ഈ വൈബ്രേഷന്റെ ഫ്രീക്വൻസി ആണെന്ത്? നമ്മൾ വേവിന്റെ ഫ്രീക്വൻസി ആണെന്ന് പറയുന്നത്. സോ വാക്വത്തിൽ എന്താ? വാട്ട് ഈസ് വാക്വം? വാക്വം ഹാസ് നോ മീഡിയം. വാക്വം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയവും ഇല്ല. സോ ഒരു മീഡിയം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് വൈബ്രേറ്റ് ചെയ്യും? നത്തിങ് ക്യാൻ വൈബ്രേറ്റ് ഇൻ വാക്വം. സോ വി ക്യാൻ സേ sound waves or ultrasonic waves, specifically speaking, ultrasonic waves cannot travel through vacuum. And also they are high energetic waves. നമ്മൾ already പറഞ്ഞു 20 kilohertz. Frequency is greater than 20 kilohertz. So they are high energetic waves. എന്താ അബ്രാം, എന്താ ലൈറ്റ് ആയത് ക്ലാസ് കയറാൻ? അബ്രാം സർ, എന്താണ് ഇപ്പോഴാണ് ക്ലാസ് കയറുന്നത്? ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയി പോയി. ഞാൻ അറ്റൻഡൻസ് ഇടൂല കേട്ടോ. So general properties പറഞ്ഞു. What are if this ultrasonic wave is propagating through a thin rod or crystal? ഈ അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു തിൻ റോഡിൽ കൂടിയാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റലിൽ കൂടിയാണെങ്കിൽ, then the speed of this ultrasonic wave is given as v is equal to root of y by rho. Velocity is given as root of y by rho. What is this y? Y is the Young's modulus of that material. എന്താണ് യങ്സ് മോഡൽസ് എന്നൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഒരു മെറ്റീരിയലിൽ കൂടി സൗണ്ട് വേവ്സ്, അൾട്രാസോണിക് വേവ്സ്, അതായത് 20 കിലോ ഹേർട്സിൽ അധികമുള്ള സൗണ്ട് വേവ്സ് ആർ propagating, then Young's velocity of that ultrasonic waves is given as root of y by rho. Y എന്ന് പറയുന്നത് എന്താ? Young's modulus of that material, and rho is the density of that material. ഈ റോഡിന്റെ യങ്സ് മോഡുലസ് ആണ് y, rho എന്ന് പറയുന്നത് എന്താ? ഡെൻസിറ്റി ആണ്. Similarly, if the ultrasonic waves are propagating through a liquid, അത് ലിക്വിഡിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യും. കാരണം ഇത് സൗണ്ട് വേവ്സ് തന്നെയാണ്. ഫ്രീക്വൻസി 20 കിലോ ഹേർട്സിൽ അധികമായെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ if ultrasonic waves are propagating through a liquid, then velocity is given by root of k by rho. What is k? K is the bulk modulus of liquid. So Young's modulus ഒരു റോഡിന്റെ കേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, സിമിലർ പ്രോപ്പർട്ടി കംപ്രസിബിലിറ്റിയൊക്കെ നമ്മൾ ലിക്വിഡിന്റെ കേസിൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൾക്ക് മോഡുലസ് വെച്ചിട്ടാണ്. സോ K is the bulk modulus and rho is the density of the liquid in which this ultrasonic wave is propagating. Ultrasonic wave ഏത് മീഡിയത്തിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലിക്വിഡിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഡെൻസിറ്റിയാണ് rho. And if ultrasonic waves are propagating through gas, if ultrasonic waves ഒരു ഗ്യാസിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ, the speed is given as root of gamma p by rho. What is p? ഒരു ഗ്യാസിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇസ് ഗിവൺ as root of gamma p by rho, and p is the pressure of that gas. p എന്ന് പറയുന്ന ഗ്യാസിന്റെ പ്രഷർ ആണ്. rho is the density of that gas. Now what is gamma? Gamma is the ratio between specific heat. Specific heat എന്താണെന്ന് അറിയോ? What do you mean by specific heat? നന്ദന, സ്പെസിഫിക് ഹീറ്റ്, CP, CV കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഇയറിൽ പഠിച്ചിന്, പക്ഷെ എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ കേസിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യണം? 1 കിലോഗ്രാം മെറ്റീരിയലിന്. അതാണ് സ്പെസിഫിക് ഹീറ്റ്. സോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് CP, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് CV, ആൻഡ് ഗാമ, ഈ ഒരു ഇക്വേഷനിലെ ഗാമ എന്ന് പറയുന്നത് എന്താ? ഗാമ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് വോളിയം. സോ CP by CV. സോ ഇതിപ്പം 3 മീഡിയത്തിൽ കൂടി, അതായത് ഒരു റോഡിൽ കൂടി, ഒരു
മെറ്റീരിയൽ റോഡിൽ കൂടി ഇനി ലിക്വിഡിൽ കൂടി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ അൾട്രാസോണിക് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ ഗ്യാസ്. ഈ 3 കേസിലും വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ പഠിച്ചു. സോ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് പോയിന്റ് നോട്ട് ഔട്ട് ചെയ്താൽ മതി. സോ ദിസ് ആർ ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്. സോ സൗണ്ട് വേവ്സിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് എന്താ അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. The only difference is frequency is higher than 20 kilohertz. ബാക്കിയെല്ലാം സൗണ്ട് വേവിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. Now, another point is how we can produce ultrasonic waves. So എങ്ങനെയാണ് നമുക്ക് അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? So the first question is how we produce sound. നമ്മൾ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, if I am a speaker, പ്രൊഡ്യൂസിങ് സൗണ്ട് ത്രൂ മൈ വോക്കൽ കോഡ്. എന്റെ വോക്കൽ കോഡിന്റെ വൈബ്രേഷൻസ് കാരണമാണ് എന്തുണ്ടാകുന്നത്? സൗണ്ട് ഉണ്ടാകുന്നത്. സോ എന്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എയർ മോളിക്യൂൾസിനെ അത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് when my vocal cord vibrates, എന്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, അതിന് ചുറ്റുമുള്ള എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ എയർ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ പുറത്തേക്ക് വന്നിട്ട് ആരാണോ ലിസണർ അയാളുടെ ചെവി വരെ ഈ വൈബ്രേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു പോകുന്നു. സോ in order to produce sound we must create a disturbance. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു മീഡിയത്തിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മീഡിയത്തിൽ ഇപ്പൊ എയർ ആണെങ്കിൽ എന്താ, എയറിൽ നമ്മൾ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ വൈബ്രേഷൻ ആണ് ഈ മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. ബട്ട് മൈ വോക്കൽ കോഡ് ഹാസ് ലിമിറ്റ്സ്. എന്റെ വോക്കൽ കോഡിന് ലിമിറ്റ്സ് ഉണ്ട്. അതായത് 20 ഹെർട്സ് മുതൽ മേ ബി ഒരു 100 ഹെർട്സ് വരെയുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ വോക്കൽ കോഡിന് പറ്റുമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് അതിനേക്കാൾ ഫ്രീക്വൻസി ഉള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ പറ്റും. അതിനേക്കാളുള്ള സൗണ്ട് ഫ്രീക്വൻസിയുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ആഫ്റ്റർ ദാറ്റ് അതിനേക്കാളൊക്കെ, ഫോർ എക്സാമ്പിൾ വി ആർ ടോക്കിംഗ് അബൌട്ട് 20 കിലോ ഹെർട്സ്. വാട്ട് യു മീൻ ബൈ 20 കിലോ ഹെർട്സ്? ഉദാഹരണത്തിന് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഉദാഹരണത്തിന് ഒരു എയർ മോളിക്യൂൾ എടുക്കാം. സോ ഈ സൗണ്ട് വേവ് അൾട്രാസോണിക് വേവ് ആണെന്ന് പറയണമെങ്കിൽ then the frequency of this single air molecule should be 20 kilohertz. So ഒരു എയർ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നു, അതിന്റെ ഫ്രീക്വൻസി 20 kilohertz ആണെന്ന് പറയണമെങ്കിൽ what you mean by that? What you mean by frequency? The ഫ്രീക്വൻസിയുടെ അർത്ഥം എന്താ? ദേവ് കിരൺ ഉണ്ടോ ക്ലാസ്സിലെ? What you mean by frequency? Number of vibration per second. 20,000 vibration second. Yeah, ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? 20,000 ടൈംസ് ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യണം. നോർമൽ ഒരു മെറ്റീരിയൽ വെച്ച് അല്ലെങ്കിൽ എൻ്റെ വോക്കൽ കോഡ് വെച്ച് അല്ലെങ്കിൽ നോർമൽ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് വെച്ച് ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഈ എയർ മോളിക്യൂളിന് 20,000 ടൈംസ് ഒരു സെക്കൻഡിൽ ഇത് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ 20,000 ടൈംസ് ഈ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് വൈബ്രേറ്റ് ചെയ്യണം. വോക്കൽ കോഡാണെങ്കിൽ 20,000 ടൈം ഒരു സെക്കൻഡിൽ. തിങ്ക് അബൌട്ട് ഇറ്റ്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്, ഇത്രയും വലിയൊരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് സം സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പീസോ ഇലക്ട്രിക് മെത്തേഡ്. സോ ഇനീഷ്യലി ഇൻ ഓർഡർ ടു സ്റ്റഡി മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് വി ആർ സ്റ്റഡിങ് വാട്ട് ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആഴ്ച സീരീസ് എക്സാം ഒക്കെ പറഞ്ഞിട്ടില്ലേ, സീരീസ് എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, കൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് തിയറി നന്നായിട്ട് എഴുതാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 കിലോ ഹെർട്സ് ഉള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എയർ മോളിക്യൂൾസിനെ 20 കിലോ ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം. ദാറ്റ് ഈസ് ദ പോയിന്റ്. സോ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് വൈബ്രേറ്റ് 20 kilohertz. ഒരു സെക്കൻഡിൽ 20,000 ടൈംസ് ഇറ്റ് ഷുഡ് വൈബ്രേറ്റ്. സോ അത് മനസ്സിൽ വെക്കുക. Then we are going to study what is magnetostriction. So what is magnetostriction effect? So if a ferromagnetic rod is placed in a magnetic field, consider if we have a ferromagnetic rod. നിങ്ങൾ പ്ലസ് ടുവിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത് ഹയർ മാഗ്നറ്റിക് ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്. അസ്യൂം വി ഹാവ് എ ഫെറോമാഗ്നറ്റിക് റോഡ്. എക്സാമ്പിൾ, യു ഹാവ് എ നിക്കൽ റോഡ് ഓർ എ കോബാൾട്ട് റോഡ്. ഇഫ് വി അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് parallel to this ferromagnetic rod,
ഈ ഫെറോമാഗ്നറ്റിക് റോഡ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? വി ആർ അപ്ലൈങ് എ പാരലൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് പാരലൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഉദാഹരണത്തിന് നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. സോ വെൻ വി അപ്ലൈ എ പാരലൽ മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് ഹാപ്പൻസ്? ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ്? ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ്. ഇത് നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് റോഡിന് പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ്. ഇതിന്റെ ലെങ്ത് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യും. Now, if we change the direction of magnetic field direction and change ചെയ്യാണ്. If I am applying magnetic field in opposite direction, what happens? The length of ferromagnetic rod decreases. Ferromagnetic rod in the length എന്ത് ചെയ്യും? കുറയും, ഡിക്രീസ് ചെയ്യും. സോ ഇപ്പൊ ഞാൻ ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ് എങ്കിൽ ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇഫ് ഐ ആം അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ, ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്നിടത്തേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അത് അതിന്റെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. ഡ്യൂ ടു ദാറ്റ്, അതുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനിയല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് വി അപ്ലൈ എ അൾട്ടർനേറ്റിംഗ് കറന്റ്? സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു ടൈം ടി ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും, കുറച്ച് കഴിയുമ്പം ഒരു ടൈം ഇന്റർവൽ കഴിയുമ്പം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ അൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ആദ്യം ഈ ഡയറക്ഷനിലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഈ ഡയറക്ഷനിലാവും, പിന്നെ അതേ സമയം കഴിയുമ്പോൾ തിരിച്ച് ഈ ഡയറക്ഷനിലാവും. അത് നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ആൻ അൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിന് എന്ത് സപ്ലൈ ചെയ്താൽ മതി? അൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ചെയ്താൽ മതി. എന്താ അൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓർ വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ അൾട്ടർനേറ്റിംഗ് കറണ്ട്? അൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ആഫ്റ്റർ സം ടൈം ഇന്റർവൽ വളരെ ചെറുതാണ്. ആഫ്റ്റർ സം ടൈം ഇന്റർവൽ എന്ത് ചെയ്യും? പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. സോ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളിപ്പോ ഉദാഹരണത്തിന് ഈ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചാണെന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് ആ ഇലക്ട്രോ മാഗ്നറ്റിന് സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഈസ് എ സി, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഇത് ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ആഫ്റ്റർ സം ടൈം ഇന്റർവൽ ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് തന്നെ ദി പൊളാരിറ്റി ചേഞ്ചസ്. നൗ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. സോ ആക്ച്വലി ആസ് എ റിസൾട്ട് ഈ ഫെറോമാഗ്നറ്റിക് റോഡിന് എന്ത് സംഭവിക്കും? ആദ്യം അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അഗെയിൻ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ദെൻ ഡിക്രീസ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്ത്? ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ആൻഡ് ആസ് എ റിസൾട്ട്, സോ ഇത് മുഴുവനായിട്ട് നോക്കുമ്പോൾ വി ക്യാൻ ഫീൽ ദാറ്റ് ആസ് എ ഓസിലേഷൻ. നമ്മൾ അൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് സെക്കൻഡ്സ് അല്ല, സം മൈക്രോ സെക്കൻഡ്സ് ആണ്. അതിന്റെ പൊളാരിറ്റി പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് സം 20 kHz per second. 20,000 ടൈംസ് ഒരു സെക്കൻഡിൽ ആൾട്ടർനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 20,000 ടൈംസ് ഈ ഒരു റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യും ഒരു സെക്കൻഡിൽ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? യാ, ദിസ് ഫെറോമാഗ്നറ്റിക് റോഡ് ഈസ് ഇൻ വൈബ്രേഷൻസ് ഓർ ഓസിലേഷൻസ്. സോ ഈ ഒരു ഇതിന് വൈബ്രേറ്റ് 20,000 kHz അല്ലെങ്കിൽ 20 kHz വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് ചുറ്റുമുള്ള എയറിന് അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? 20 kHz വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. This equipment can vibrate surrounding medium, or if that is air, it can vibrate or it can make the surrounding medium to vibrate in 20 kHz. So this equipment can produce ultrasonic waves. So ഒന്നും കൂടി പറഞ്ഞുതരാം എന്താണ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് എടുത്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ആണെങ്കിൽ നമ്മൾ പറയും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ഡിക്രീസ് ചെയ്യും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആൾട്ടർനേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ്ലി ദ പൊളാരിറ്റി ഈസ് ചേഞ്ചിങ്. എന്ത് സംഭവിക്കും?
length this process will continue in a definite interval. ഇതൊരു റിപ്പീറ്റേറ്റീവ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് മാറും. ഈ ലെങ്ത്തിന്റെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ സൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ടു എൻഡ്സ്, ഈ രണ്ട് എൻഡിലും എന്താ, there is vibrations. So ഈ വൈബ്രേഷൻസ് എന്ത് ചെയ്യും, ഈ വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസി അബൌട്ട് 20 കിലോ ഹെർട്സ് ആണ്. സോ അത് ചെയ്യാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരാം. ആൻഡ് ഇതിന് ചുറ്റുമുള്ള മീഡിയത്തിനെയും 20 കിലോ ഹെർട്സിൽ അത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ദിസ് ഈസ് ഹൗ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ദിസ് എഫക്ട് ഈസ് കോൾഡ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട്. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നൗ this is the circuit, or this is the electronic equipment in order to produce ultrasonic waves from magnetostriction effect. So that is called magnetostriction oscillator. ഈ ഫിഗർ വരച്ചെടുക്കുക. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഫിഗർ വരച്ചെടുക്കുക. ഞാനൊരു 5 മിനിറ്റ് തരാം, അത് കഴിഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഈ സർക്യൂട്ട് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, നിങ്ങൾക്ക് ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. സോ ഫിഗർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചെടുക്കുക. വരച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഐ മീൻ ആരെങ്കിലും വരച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 199 പറയുന്ന അതേ ഫിഗർ ഉണ്ട്, അതിൽ നോക്കിയിട്ട് വരച്ചെടുക്കുക. This is an NPN transistor. NPN transistor. This is the base of NPN transistor. This is the collector. This is the emitter. നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ടാവും. This is a clamp or fixed position. This is a clamp. And these two are inductors. L1 and L2 are inductors. So ഇതിന്റെ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇൻഡക്ടർ ആണ്. And this is a capacitor. Capacitor അല്ല, ഇതിന്റെ ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. This shows capacitor or variable capacitor. Variable capacitor. This is a ammeter or milliammeter. And this is a battery. ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ചും കൂടെ വരയ്ക്കാം. സോ നിങ്ങൾക്ക് എളുപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ വരച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൗ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എങ്ങനെയാണ്? ഫെറോമാഗ്നറ്റിക് റോഡിന് മാഗ്നറ്റിക് ഫീൽഡ്, അൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ എന്ത് ചെയ്യും? ലെങ്ത് ഇൻക്രീസ് ചെയ്യും,
ഡിക്രീസ് ചെയ്യും. സോ എന്ത് സംഭവിക്കും? ദർ വിൽ ബി ആൻ ഓസിലേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് ദിസ്. ഈ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യും. അല്ലെങ്കിൽ ഇതൊരു മെക്കാനിക്കൽ ഓസിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു മെക്കാനിക്കൽ ഓസിലേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് ചുറ്റുമുള്ള മീഡിയത്തിലെ പാർട്ടിക്കിൾ, എയർ ആണെങ്കിൽ ആ പാർട്ടിക്കിളും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും വിത്ത് എന്താണോ ഫ്രീക്വൻസി. ഇത് ചേഞ്ച് ചെയ്യുന്ന ഒരു 20 കിലോ ഹെർട്സിലാണെങ്കിൽ ദിസ് ഓസിലേഷൻ ഷുഡ് ഓൾസോ ഹാവ് ഫ്രീക്വൻസി ഓഫ് 20 കിലോ ഹെർട്സ്. അല്ലെങ്കിൽ ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? 20 കിലോ ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അൾട്രാസോണിക് വേവ്സ് ഈസ് propagated from this end. So how a changing magnetic field is given here? എങ്ങനെയാണ് ഇവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ദിസ് ഈസ് ബൈ എ ടാങ്ക് സർക്യൂട്ട് ഓർ LC സർക്യൂട്ട്. ഹിയർ വി ഹാവ് എ കപ്പാസിറ്റർ. നമ്മുടെ ഇവിടെ ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആൻഡ് above we have an inductor. And this is an LC circuit or tank circuit. ഈ സർക്യൂട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒന്നെങ്കിൽ LC സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട്. This is a tank circuit. What is the specialty of tank circuit? ഈ ടാങ്ക് സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താ? Assume that this capacitor is fully charged. Capacitor എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോമ്പോണന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? It is used to store energy in form of charge. ചാർജിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ് കപ്പാസിറ്റർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്വിച്ച് ചെയ്യും. ബാറ്ററി കാരണം എന്ത് ചെയ്യും? ആദ്യം കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. സോ വി ക്യാൻ സേ എനർജി സ്റ്റോർഡ് ഹിയർ ഇൻ ഫോം ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആഫ്റ്റർ ദി കപ്പാസിറ്റർ ഇസ് ഫുള്ളി ചാർജ്ഡ്. ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദെൻ ദി കറണ്ട് വിൽ ഫ്ലോ ടു ദിസ് ഇൻഡക്ടർ. കറണ്ട് എന്ത് ചെയ്യും? കപ്പാസിറ്ററിൽ നിന്ന് ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. സോ കപ്പാസിറ്ററിലെ ചാർജ് കുറഞ്ഞു വരും. സോ ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യുമ്പം ഇൻഡക്ടർ സ്റ്റോഴ്സ് ദിസ് കറണ്ട്, അല്ലെങ്കിൽ ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. ദർ ഡെവലപ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇൻഡക്ടർ എന്ന ഇലക്ട്രോണിക് കമ്പോണന്റ് എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്? ബൈ ക്രിയേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ്. നൗ സോ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. സോ എന്ത് സംഭവിക്കും? ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഇൻഡക്ടർ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ അഗെയിൻ തിരിച്ച് കപ്പാസിറ്ററിലേക്ക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ബാക്ക് EMF. നമുക്കറിയാം ഇൻഡക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫാരഡേസ് ലോ പഠിച്ചിട്ടുണ്ടോ? ഫാരഡേസ് ലോ +2 പഠിച്ചിട്ടുണ്ടാകും. ഫാരഡേസ് ലോ, when there is some change in the magnetic flux associated with inductor, അല്ലെങ്കിൽ ഒരു കോയിലിന് അസോസിയേറ്റഡ് ആയിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരുമ്പോൾ സംഭവിക്കും? there will be a back EMF or an EMF will be produced in this circuit. അതായത് ഈ കറണ്ട് ഓൾറെഡി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് and current will be flow or an EMF or a potential will be created. അതാണ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ says that EMF is equal to -d∅dt. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഓൾറെഡി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ചാർജ്. സോ അഗെയിൻ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ്ഡ് ആവും. പക്ഷെ എങ്ങനെ? ബട്ട് ദ പൊളാരിറ്റി ഈസ് ചേഞ്ച്. കാരണം എന്താ? ഇപ്പൊ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ മാറി ഡ്യൂ ടു ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ പറയുന്ന പ്രകാരം എന്താ? ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ, ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് സംഭവിച്ചു? കപ്പാസിറ്റർ ചാർജ്ഡ് ആയി, പക്ഷേ ഈ ഒരു സമയത്ത് പൊളാരിറ്റി മാറി. നേരത്തെ ഇവിടെ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ആൻഡ് റൈറ്റ് സൈഡ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പം റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആയി. അഗെയിൻ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ്ഡ് ആവും. അഗെയിൻ ഗോയിങ് ബാക്ക് ടു ഇൻഡക്ടറിലേക്ക് തിരിച്ച് കറണ്ട് പോകും. പക്ഷെ രണ്ടാമത്തെ സൈക്കിളിൽ ചെല്ലുമ്പോൾ നൗ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ഹാവ് എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു പ്രീവിയസ് വൺ. നമ്മൾ നേരത്തെ ഏത് ഡയറക്ഷൻ ആണോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഈ ഒരു ടൈമിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ അതുകൊണ്ട് തന്നെ സംഭവിക്കും? ഡ്യൂ ടു ദാറ്റ് ലെങ്ത് ഓഫ് ഫെറോമാഗ്നറ്റിക് റോഡ് ഡിക്രീസസ്. ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഈ ഒരു സൈക്കിൾ. അതായത് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക് എനർജി ഇൻറ്റു മാഗ്നറ്റിക് എനർജി ഓർ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എനർജി. ഇത് ഒരു LC സർക്യൂട്ടിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഡ്യൂ ടു ദിസ് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഡ്യൂ ടു ദിസ് ദർ വിൽ ബി മെക്കാനിക്കൽ ഓസിലേഷൻസ് ഹിയർ ആൻഡ് as a result these particles in medium എന്ത് ചെയ്യും? ഈ മെക്കാനിക്കൽ ഓസിലേഷൻസ് കാരണം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും and ultrasonic waves are produced. And the frequency of these oscillations
is about 20 kilohertz. ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഓസിലേഷന്റെ ഫ്രീക്വൻസി 20 കിലോഹെർട്സിലും അധികമാണെങ്കിൽ we can say it will lead the frequency of the oscillations or the change in direction of magnetic field and the mechanical oscillation of ferromagnetic rod, and it will in fact create ultrasonic waves. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മീഡിയത്തിലെ പാർട്ടിക്കിളിനെയും അതേ ഫ്രീക്വൻസിയിൽ പ്രൊപ്പഗേറ്റ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ അതിന് പറ്റും. അങ്ങനെ അൾട്രാസോണിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. Or the frequency of an LC circuit is given as mu is equal to frequency is equal to 1/2 pi root of LC. ഒരു എൽ സി സർക്യൂട്ട് അതിന്റെ ഇൻഡക്ടൻസ് വാല്യൂ എല്ലും കപ്പാസിറ്ററിന്റെ വാല്യൂ സി, കപ്പാസിറ്റൻസ് സിയും ആണെങ്കിൽ ഫ്രീക്വൻസി ഇസ് ഗവൺ ബൈ 1/2 pi root of LC. ഓക്കെ, സോ നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ. സോ ഈ ഒരു ഇൻഡക്ടറിനെ വൈൻഡ് ചെയ്തിരിക്കുന്ന ഇതൊരു ഫെറോമാഗ്നറ്റിക് റോഡിനെ വൈൻഡ് ചെയ്തിരിക്കുന്ന ഇൻഡക്ടറാണ്, കോയിലാണ്. സോ ഇവിടെ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ ദ വൈബ്രേഷൻസ് വിൽ ബി റിഫ്ലക്റ്റഡ് ഹിയർ ഓൾസോ. ഈ ഒരു റോഡ് എന്ന് പറയുന്ന ഒന്നാണ്, ഇത് ക്ലാംപ്ഡ് ആണ്. ഈ റോഡ് ഇവിടെ ഫിക്സ്ഡ് ആണ്, സെന്റർ ഫിക്സ്ഡ് റോഡാണ്. ഈ ഫെറോമാഗ്നറ്റിക് റോഡ് സെന്റർ പൊസിഷനിൽ ഫിക്സ്ഡ് ആണ്, അപ്പോൾ ഒരു ക്ലാമ്പ് വെച്ചിട്ട്. ഞാൻ ഇവിടെ ഡ്യൂ ടു ദിസ് ഓസിലേഷൻസ്, ഇവിടെ ഉണ്ടാകുന്ന ഓസിലേഷൻസ് കാരണം എന്ത് സംഭവിക്കും, ഫെറോമാഗ്നറ്റിക് റോഡിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ദിസ് വൈബ്രേഷൻസ് ഇവിടെയും ഫീൽ ചെയ്യും, കാരണം ഇതൊരു റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഫീൽ ചെയ്യും. സോ there will be a ferromagnetic rod is moving inside a coil. ഒരു കോയിലിനുള്ളിൽ കൂടി ഫെറോമാഗ്നറ്റിക് റോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു കോയിൽ എടുക്കുക, അതിനുള്ളിൽ ഒരു ഫെറോമാഗ്നറ്റിക് റോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക. നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറ്റും. ഫ്രം Faraday's law we can say that if this already this vibrate ചെയ്യുന്നുണ്ട്, this ferromagnetic rod is vibrating here. So if this ferromagnetic rod will get vibrated and an EMF is produced, അല്ലെങ്കിൽ a current is produced in this circuit due to this movement, and it is fed back to the base of the emitter. So ഇവിടെ ഉണ്ടാകുന്ന EMF എന്ത് ചെയ്യും, ഈ ഒരു മൂവ്മെന്റ് കാരണം ഈ കോയിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ EMF എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് തിരിച്ച് ഫെഡ് ബാക്ക് ചെയ്യും. നൗ ബേസിൽ നിന്ന് തിരിച്ച് വീണ്ടും LC സർക്യൂട്ട്, ടാങ്ക് സർക്യൂട്ടിലേക്ക് EMF പാസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്താ, ദിസ് ഓസിലേഷൻസ് വിൽ ഗെറ്റ് സസ്റ്റെയിൻ ത്രൂ ഔട്ട് ദ ഓൾ പീരീഡ്. അതായത് മുഴുവൻ സമയത്ത് എന്ത് ചെയ്യും, ഇവിടുന്ന് നഷ്ടപ്പെടുന്ന എനർജി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെറ്റ് ഫെഡ് ബാക്ക് ടു ഹിയർ. തിരിച്ച് ഈ ഓസിലേഷൻ എനർജി സസ്റ്റൈനബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറില്ല എന്ന് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ ഇവിടെ ഈ NPN ട്രാൻസിസ്റ്റർ വെക്കുന്നത്. സോ ഫ്രം ഹിയർ ഓൾസോ, ഈ ഒരു ഇവിടെയും എന്ന് നടക്കും, ഇവിടെയും ഫെറോമാഗ്നറ്റിക് റോഡ് ഈസ് ഓസിലേറ്റിംഗ് ഹിയർ ഓൾസോ. സോ അൾട്രാസോണിക് വേവ്സ് ഓൾസോ ആർ പ്രൊഡ്യൂസിംഗ് ഫ്രം ദിസ് എൻഡ് ഓൾസോ. സോ ഇതാണ് ഒരു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. എങ്ങനെയാണ് ഒരു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിൽ നിന്ന് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ പഠിച്ചത്. Now നമ്മൾ ഓൾറെഡി പറഞ്ഞു സെന്റർ ഫിക്സ്ഡ് ആണ്, ഈ രണ്ട് എൻഡുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് വി ഡ്രോ എ വേവ്, നമ്മളൊരു വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ഫിക്സ്ഡ് ആണ്. സോ ദർ വിൽ ബി എ നോഡ് അറ്റ് സെന്റർ. ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും ഒരു വേവിന്റെ നോഡ് സെന്റർ ചെയ്തിരിക്കുക. അത് നിങ്ങൾ ലാബിൽ മെൽസ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഫിക്സ്ഡ് പൊസിഷനിലായിരിക്കും നോഡ്, ആൻഡ് ആന്റി നോഡ്സ് വിൽ ബി അറ്റ് മാക്സിമം. എവിടെയാണ് മാക്സിമം, റോഡ് മാക്സിമം, ഫെറോമാഗ്നറ്റിക് റോഡ് മാക്സിമം വൈബ്രേറ്റ് ചെയ്യുന്ന പൊസിഷൻ എവിടെയാണ്, ഇവിടെയാണ്. ഈ ഒരു പൊസിഷനിലായിരിക്കും ആന്റി നോഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനായിരിക്കും ആന്റി നോഡ് ഉണ്ടാവുക. സോ ഇഫ് വി റെപ്രസെന്റ് ദ വൈബ്രേഷൻസ് ഓഫ് ഫെറോമാഗ്നറ്റിക് റോഡ് ഇൻ എ മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ, ഒരു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്ററിലെ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ വൈബ്രേഷനെ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് it can be represented as this. ഇതാണ് ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത്, and this is the node and this is the anti node. And now what is this? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു വേവ് ലെങ്ത്തിന്റെ പകുതിയാണ്, the half of the wave length. So we can say L is equal to lambda by 2 or lambda is equal to 2L. And also we know that the velocity of waves
ത്രൂ എ റോഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് പഠിച്ചപ്പോഴേ പറഞ്ഞു ഒരു റോഡിൽ കൂടിയുള്ള അൾട്രാസോണിക് വേവിന്റെ വെലോസിറ്റി എന്താ? റൂട്ട് ഓഫ് y by rho. This is some equation 1 and this is some equation 2, and also we know that velocity is given as ഒരു വേവിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും അറിയാം. എങ്ങനെ വെലോസിറ്റി കാണാം? അബിറാണ്. ഒരു വേവിന്റെ ഫ്രീക്വൻസി മ്യൂ, വേവ് ലെങ്ത് ലാംഡ. വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി? അറിയില്ല, അബിറാമിന് അറിയില്ല. Sorry, ഓർമ്മയില്ല. ന്യൂ ലാംഡ. Yeah, mu lambda. V is equal to mu lambda. Frequency into wavelength. ഒരു വേവിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും അറിയാമെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആണ് വേവ് വെലോസിറ്റി. സോ വെലോസിറ്റി is equal to mu lambda. ലാംഡ ഓൾറെഡി കിട്ടി. That is mu into 2L. So mu is equal to, so velocity എന്ന് പറയുന്ന mu lambda, ലാംഡയ്ക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2L സപ്ലൈ ചെയ്യുന്നു. സോ വെലോസിറ്റി is equal to mu into 2L, അല്ലെങ്കിൽ mu is equal to 1 by 2L into V. ശരിയല്ലേ? From this equation mu, frequency mu is equal to 1 by 2L into V, അല്ലെങ്കിൽ വെലോസിറ്റി എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mu frequency is equal to 1 by 2L into root y by rho. And this is the frequency of ultrasonic waves which is propagating through a road. ഒരു റോഡിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു അൾട്രാസോണിക് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ക്യാൻ ബി പ്രഡിക്റ്റഡ് ബൈ ദിസ് ഇക്വേഷൻ 1 by 2L root y by rho. ഈ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. സോ ഈ വേവ് ഒന്ന് ഈ പാറ്റേൺ ഒന്ന് വരക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. കാരണം വൈബ്രേറ്റ് ചെയ്യുന്നത് എൻഡ്സ് ആണ്, റോഡിന്റെ എൻഡ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ആന്റി നോഡ് രണ്ട് എൻഡിലും വരും. സെൻട്രൽ പാർട്ട് ഫിക്സ്ഡ് ആണ്, ക്ലാമ്പ് സെൻട്രലാണ്. സോ ഒരു വേവിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ L is equal to lambda by 2. സോ lambda 2L ടോട്ടൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുക. കൂടാതെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി വേവ് ലെങ്ത് ആണെന്ന് അറിയാം. സോ ഇതൊക്കെ തമ്മിൽ ഒരു ആൾജിബ്രൈക് റീഅറേഞ്ച്മെന്റ് നടത്തി കഴിയുമ്പോൾ we will get frequency of ultrasonic waves through this ferromagnetic rod or through this magnetostriction method is given by 1 by 2L root y by rho. സോ ഇതാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞ പാർട്ട്. സോ ഞാൻ പറഞ്ഞു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ്, ഈ ആഴ്ച നടക്കാൻ പോകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് ഒരു മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ വെച്ച് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫിഗർ വരയ്ക്കുക, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക, ടെക്സ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പോയിന്റ് ആയിട്ടോ തിയറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതാം, പഠിക്കാം. അത് കഴിഞ്ഞ് ഈ ഡെറിവേഷൻ ചെയ്ത് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ കുറഞ്ഞ പക്ഷം ഫിഗർ എങ്കിലും പഠിച്ചു വെക്കുക. ഫിഗർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്ന് പ്ലെയിൻ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അറ്റൻഡൻസ് പറഞ്ഞു. അറ്റൻഡൻസ് 1. അഭിജിത്ത് ഉണ്ട്. ഓക്കെ, 3 പറഞ്ഞു. 3 ആബ്സെന്റ്. അല്ല 3. 4. 5. 6. 7. 8.
More